ഗൈസ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഡെലിവറി ജോബിന് വേണ്ടി ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ട്, പുതിയ വണ്ടി, അതിന് പറ്റിയൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്തുള്ള ESP125 എന്ന് പറഞ്ഞ വണ്ടി ഈ ഒരു ജോബിന് ഡെലിവറിക്ക് പറ്റിയ വണ്ടിയാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ സ്പേസാണ്. കാരണം കൊണ്ടുണ്ടോ സീറ്റ് അത്രയും വലുപ്പമുണ്ട്. ബാക്കോട്ട് നോക്കും നല്ല വീതി, അത്യാവശ്യം നല്ല വീതിയുണ്ട് സീറ്റ്. ബാക്കോട്ട് നല്ല വീതിയുണ്ടോ. ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഇനി ബാഗൊക്കെ വെച്ച് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ സംഭവം. നിങ്ങൾ സ്പ്ലെൻഡറിലൊക്കെയാണ് പോകുന്നത് വെച്ചാൽ ബാഗ് സീറ്റ് ഇത്ര ഉണ്ടാവില്ല, അതിൻ്റെ പകുതിയുള്ളൂ സീറ്റ്, മുക്കാലിൻ്റെ അടുത്തേ സീറ്റ് വരും സ്പ്ലെൻഡറിൻ്റെ. അപ്പോൾ സ്പ്ലെൻഡറൊക്കെയാണ് എടുത്ത് നിങ്ങൾ ഡെലിവറിക്ക് പോകുന്നതെന്ന് വെച്ചാൽ ബാഗ് ഒരു സൈഡോട്ട് ചായും. ഡിസ്കവർ അങ്ങനത്തെ ഒരുപാട് വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു വണ്ടി നമുക്ക് വൃത്തിക്ക് ഇതവിടെ ഈ ഒരു ഇത്രയും ഒരു സ്പേസ് തന്നെ നിങ്ങൾ ബാഗ് കറക്റ്റ് നിൽക്കും. ഒന്ന് കെട്ടാൻ അങ്ങനത്തെ പറ്റുകയാണെങ്കിൽ സെറ്റാണ്. അത്രയും നല്ലൊരു സീറ്റ് ഈ ഒരു വണ്ടിക്കുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് ഈ വണ്ടിയുടെ സീറ്റാണ്. എന്താ പറയുക, അത്രയും വലിപ്പമുണ്ട്. വൃത്തിക്ക് നിങ്ങളിവിടെ ഒരാൾ ഇരുന്നാലും ഒരു ബാഗ് വെക്കാനുള്ള നല്ല സ്പേസ് ഇവിടെ ഉണ്ട്. ഇതിൽ മൂന്നാൾക്ക് പോയി നല്ല സ്പേസ് ഉണ്ട്. ബാക്കോട്ട് ഇതവിടെ കയറിൻ്റെ ഇവിടെ ആണെങ്കിലും സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് ബാഗിൽ ഓട് ചെയ്ത് വെക്കാം. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. കാരണം നിങ്ങളിപ്പോൾ ചെറിയ വണ്ടിയിൽ ഈ ബാഗ് വെച്ചിരിക്കുമ്പോൾ കാല് നല്ലോണം കടയും, ഈ മുട്ടിന് നല്ല ഇത് വരും. സോ അത്യാവശ്യം വേറെയുള്ളൊരു വണ്ടി ആയതുകൊണ്ട് നിങ്ങളിപ്പം ബാഗ് വെച്ചിരിക്കുകയാണെങ്കിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല, കാലങ്ങനെ കടയായ ഒരു ഇഷ്യൂസ് ഇല്ല. ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ട് കഴിഞ്ഞ് കിട്ടും. പിന്നെ മെയിനായിട്ട് വരേണ്ട അത്യാവശ്യം ഹാൻഡിലൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട്. സോ എന്താ പറയുക, വണ്ടി ഓടിച്ച് നമുക്ക് മടുക്കില്ല. അതിന് മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ എഞ്ചിനാണ്. ഹോണ്ടേൻ്റെ എഞ്ചിനൊക്കെ അറിയാം, യൂണിക്കോണിൻ്റെ ടൈപ്പ് എഞ്ചിനാണ്, ആ ഒരു ടൈപ്പ് മോഡൽ വരുന്ന എഞ്ചിനാണ്. സോ ഒരു അലസും ഇല്ല, വണ്ടി നീറ്റായിട്ട് ഇങ്ങനെ എത്ര ദൂരം വേണേൽ ഓടിച്ച് പോകാം. ഒരലസ് വണ്ടീന് വേറെ എഞ്ചിൻ പാർട്സിൻ്റെ സൗണ്ട് നമ്മൾ എക്സാമ്പിളായിട്ട് പറയാം, പൾസറൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ ആ ഒരു വൈബ്രേഷൻ, ആ ഒരു സൗണ്ടും സ്പ്ലെൻഡറിനൊക്കെ സൗണ്ടില്ല, ആ ഒരു വൈബ്രേഷൻ ടൈപ്പ് സൗണ്ട് ഈ ഒരു വണ്ടിക്കില്ല. സ്മൂത്തായിട്ട് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, വേറെ ഇഷ്യൂ വണ്ടിയും കൊണ്ടില്ല. പിന്നെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹാൻഡിൽ നല്ല വിടുത്തുണ്ട്. സോ എന്താ പറയുക, വണ്ടി നമ്മൾ ഓടിച്ച് വരുമ്പോൾ ദൂരം എന്താ പറയുക, എത്ര ദൂരം നമ്മൾ ഓടുന്നുണ്ട് നമുക്ക് തോന്നില്ല. കാരണം നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എത്ര ദൂരം ഓടുന്നുണ്ട്, അവിടെ ക്ഷീണവും വരില്ല. കാരണം ഞാൻ വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പെരിന്തൽമണ്ണ വരെ 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്, 85-90 കിലോമീറ്റർ അടുത്തുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു പെരുമഴത്തിനൊക്കെ അവിടെ വർക്കുള്ള ടൈം പോയതാണ്. ഒരു ഇഷ്യൂസും ഇല്ല, അവിടെ പോയിട്ട് എനിക്ക് വർക്ക് എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഒരു അലസവും ഈ ഒരു വണ്ടി കൊണ്ട് എനിക്കുണ്ടായില്ല. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഈ വണ്ടിയുടെ മൈലേജാണ്. ഡെലിവറിയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൈലേജ് സെഗ്മെൻറ്റിൽ ഇത്രയും സിയും പവറുള്ളൊരു വണ്ടിയും ഇത്രയും സ്പേസിംഗ് ഒക്കെ ഉള്ളൊരു വണ്ടി എനിക്ക് വേറെ കിട്ടില്ല. അതാണ് ഞാൻ ഈ ഒരു വണ്ടിയുടെ എന്താ പറയുന്നത് ഇത്രയും റിവ്യൂ ചെയ്ത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംഭവം ചെയ്തത്. അങ്ങനെ നോക്കുന്നവർക്ക് 100% എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ പറഞ്ഞ ഡിസ്കൊക്കെ നല്ല ബ്രേക്കിംഗ് ആണ്, ഫ്രണ്ട് നല്ല സസ്പെൻഷനുണ്ട്, ഒരു വിഷയമില്ലാത്ത സസ്പെൻഷനുമാണ്, ഒരു ഇഷ്യൂ ആ സസ്പെൻഷൻ കൊണ്ടില്ല. പിന്നെ എഞ്ചിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നീറ്റാണ്. പിന്നെ മെയിനായിട്ട് ഒരു ഇഷ്യൂ വരുന്നത് എന്താ പറയുക, ഈ ഗിയർ ഇഷ്യൂ ആണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ, ഇഷ്യൂ ആയിട്ട് എടുക്കണ്ട, അതുമ്പോഴത് അതിനോട് അങ്ങ് റെഡി ആവും. വണ്ടി ഓടിച്ച് അങ്ങ് റെഡി ആവും. ഞാനിപ്പോൾ റെഡിയായി വന്ന് നമ്മളങ്ങ് റെഡി ആവും അതിനോട്, ആ ഇഷ്യൂ ഒന്നും അതിനെ കൊണ്ടില്ല. സോ മെയിനായിട്ട് താറുണ്ട് ഈ 70 കിലോമീറ്റർ മൈലേജ് എനിക്ക് ഇപ്പം തന്നെ കിട്ടുന്നുണ്ട്. എനിക്ക് തന്നെ എത്രയോ ലാഭമാണ്. എന്നോ പെട്രോൾ അടിച്ച് എപ്പോഴും ഓടുക, വണ്ടി ഇങ്ങനെ എടുത്ത് പോവുക, എവിടെ വേണേൽ നമുക്ക് എടുത്ത് പോകാൻ ചെയ്യാം. സോ വേറൊരു ഇഷ്യൂ ഈ വണ്ടി കൊണ്ടില്ല. സോ നിങ്ങൾ ഡെലിവറിയൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഡെലിവറിക്ക് ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ബെസ്റ്റാണ്. കാരണം പ്രൈസിലും അത്ര പ്രൈസുള്ളൂ. 1,15,000 ഈ ഒരു വണ്ടിക്ക് വരുന്നത്. SP125 SP തന്നെ എടുക്കുക, ഷൈൻ എടുക്കണ്ട, SP തന്നെ എടുക്കുക. പിന്നെ എന്താ പറയുക, ഇത് പെട്രോൾ മീൻസ് എന്താ പറയുക, ഇത് ഇഞ്ചക്ടർ ബേസ് ആണ്, FI ആണ്. സോ 1 ലിറ്റർ പെട്രോൾ ഇതിനകത്ത് എപ്പോഴും വേണം, അത് എല്ലാവരും സൂക്ഷിക്കുക. എന്തായാലും 1,15,000 റെഡി ക്യാഷ് വരുന്നത്. അടവെല്ലാം കൂടി 150 അടുത്ത് മുകളിൽ എന്തായാലും വരും. സോ നിങ്ങൾക്ക് ഒരു 300 റുപ്യേൻ്റെ മുകളിൽ അടവും വരും. എങ്ങനെ പോയാലും നിങ്ങൾ പെട്രോൾ ആവാം. നിങ്ങളിപ്പോൾ ഗ്ലാമർ എടുത്ത് എന്തെടുത്ത് പോവുകയാണേലും നിങ്ങളിപ്പോൾ എന്താ പറയുക, ഒരു 200 റുപ്യക്ക് ഡെയിലി പെട്രോൾ അടിക്കുന്നതിൻ്റെ 140 കിലോമീറ്റർ നിങ്ങൾക്ക് ഇതിനുള്ള ഓടാം. ഞാനിപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ, സെക്കൻഡ് സർവീസ് ആയില്ല വണ്ടീൻ്റെ, അത്രയും ഞാൻ ഓടുന്നുണ്ട്. സോ അത്രയും ഓടാം. സോ എന്തുകൊണ്ടും എന്താ പറയുക, ഡെലിവറിക്ക് വേണ്ടി ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ഫസ്റ്റ് നോക്കുക. ഇനി ഈ വണ്ടീനെ പറ്റി മൊത്തമായിട്ട് അറിയണേ, ഞാൻ തന്നെ യൂസറാണ്. ഞാൻ പറഞ്ഞൊരു 1 മന്തിൻ്റെ അടുത്ത് ഞാൻ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനലിൽ 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിനെ പറ്റി അറിയണേ, ലൈറ്റിനെ പറ്റിയിട്ടുള്ളതുണ്ട്, ഇതിൻ്റെ കംപ്ലയിൻസ് ഉണ്ട്, മൈലേജിൻ്റെ എല്ലാ സംഭവവും ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണേൽ ആ വീഡിയോസ് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സോ എന്താ പറയുക, ആ ഒരു ഡെലിവറി ഓപ്ഷനിൽ നിലവിലിപ്പം വെച്ചാൽ ആ ഒരു പ്രൈസ് റേഞ്ചിലും ബെസ്റ്റ് വണ്ടിയാണത്. ഓക്കെ.